അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന കാര്യം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ആദ്യം പുറത്താക്കാനാണ് ട്രംപ് നൽകിയ ആദ്യ നിർദ്ദേശം. അതിർത്തി വളഞ്ഞാണ് സൈനികർ പരിശോധനകൾ നടത്തുന്നതും. അതിർത്തി മേഖലകളിൽ വൻതോതിൽ സൈനിക വിന്യാസം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അനധികൃത കുടിയേറ്റക്കാരിൽ പിടികൂടിയ പലരെയും വിമാനമാർഗം അവരുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലേക്കുള്ള യാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുവെന്നായിരുന്നു പറഞ്ഞത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികളെ ആദ്യം നാട് കടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത്തരക്കാരിൽ പലരും കൊലയാളികളാണെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. അതിനാൽ ഇവരെ തന്നെ ആദ്യം പുറത്താക്കാൻ നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലേക്കും അഭയാർത്ഥികളെ വിമാനത്തിൽ കയറ്റിവിടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തു. മാത്രമല്ല കലാപകാരികളായ വെനസ്വേലൻ ഗാംഗിലെ 4 പേരെയും അധികൃതർ പിടികൂടി. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഇവർ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അഭയാർത്ഥി എന്ന വ്യാജേന അമേരിക്കയിലെത്തിയ ഇവർ പിന്നീട് രാജ്യത്തുടനീളം കൊലപാതകവും മയക്കുമരുന്ന് വ്യാപാരവും ബലാത്സംഗവും അടക്കം പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്തവരായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസുകളിൽ ഇവരിൽ പലരും അടങ്ങുന്നുണ്ട്. ട്രംപ് സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ട്രംപ് അധികാരത്തിലേറി 3 ദിവസത്തിനുള്ളിൽ നൂറുകണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുകയും ചെയ്യുകയുണ്ടായി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തുവിട്ടത്. തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാളും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ എന്നിവരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനത്തിൽ നാടുകടത്തിയതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്കെത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US-ൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്തുന്നതിന് മുന്നോടിയായി മെക്സിക്കോ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. കൂട്ട അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കൂടുതൽ അഭയാർത്ഥി കൂടാരങ്ങൾ പണിയാൻ നിലവിൽ ആരംഭിക്കുകയും ചെയ്തു.